ഇപ്പോൾ ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഓസ്കി മെത്തേഡ് ആണല്ലോ. ഇപ്പോൾ ലാസ്റ്റ് റീസെൻ്റ്ലി ഒരുപാട് ഓസ്കി ഫെയിലിയേഴ്സ് ഒക്കെ വന്നിട്ട് അവർ തന്നെ റീവാലുവേഷൻ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാനായിരുന്നു. എന്താണ് ഓസ്കി, അതൊന്ന് പറയാമോ? ഓസ്കി മീൻസ് ഒബ്ജക്റ്റീവ് സ്ട്രക്ചറൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ ആണ് ഓസ്കി പറയുന്നത്. നേഴ്സസാണ് ഈ എക്സാം ഫേസ് ചെയ്യേണ്ടത്. അപ്പം അവർക്ക് ആ ഒരു എക്സാം ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് അവർ എക്സാം ഫേസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം എക്സാമിന് മുമ്പായിട്ട് അവർക്ക് വരുന്നത് ഒരു 2-3 വെരിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ട്രൂ മെറിറ്റ് ആണ്. അതിൻ്റെ ടൈം എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 to 3 months ആയിരിക്കും അതിൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം. അതിനുശേഷം നേഴ്സിംഗ് കൗൺസിലിലേക്ക് ആ ഒരു വെരിഫിക്കേഷൻ ഹാൻഡ് ഓവർ ആകും. ആ ഒരു സ്റ്റേജിൽ 2 to 3 months ടൈം എടുക്കുന്നുണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. ദെൻ ദേ വിൽ മൂവ് ടു ദ IQ and തിയറി എക്സാം. IQ and തിയറി എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു 3.5 hours വരുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. ആ എക്സാമിന് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എയിൽ വരുന്നത് മെഡിക്കൽ കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പാർട്ട് ബിയിൽ ക്ലിനിക്കലായിട്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ എക്സാം സക്സസ്ഫുള്ളി പാസ്സായാൽ മാത്രമായിരിക്കും ഓസ്കി എന്നുള്ള മെത്തേഡിലേക്ക് ഇവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് തിയറി എക്സാം ഒരു 1.5 year അവർക്ക് ഓസ്കി എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ ടൈം ഉണ്ടാവും. അതിനുശേഷം നേഴ്സസ് ന്യൂസിലാൻഡിലേക്ക് ട്രാവൽ ചെയ്ത് അവിടെ പോയി അവിടെ ക്രൈസ്റ്റ് ചർച്ചിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാൻറ്റർബറിയിൽ വെച്ചിട്ടാണ് ഓസ്കി എക്സാം നടക്കുന്നത്. അവിടെ പോയി ഓസ്കി എക്സാം അറ്റൻഡ് ചെയ്യാം. അതാണ് ഓസ്കിയുടെ ഒരു മെത്തേഡ് വരുന്നത്. അപ്പോൾ എന്താണ് ഈ മാസ് ഫെയിലിയർ? ഒരു മൾട്ടിപ്പിൾ വലിയ എമൗണ്ട് ഓഫ് ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എന്താണ്? ആക്ച്വലി ഓസ്കി എക്സാമിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ 10 stations ആണ് വരുന്നത്. 10 stations സക്സസ്ഫുള്ളി നേഴ്സസ് കംപ്ലീറ്റ് ചെയ്യണം. ഇതിലേതെങ്കിലും ഒരു സ്റ്റേഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ അത് ടോട്ടലി ഫെയിൽഡ് ആണ്. അപ്പോൾ നമ്മൾക്കിപ്പം ഈ റീസെൻ്റ്ലി May to August കണ്ടക്ട് ചെയ്ത ഓസ്കി എക്സാം പൊതുവെ കുറച്ച് ടഫായിട്ടാണ് ഓസ്കി എക്സാം വരുന്നത്. അപ്പോൾ May to August നടന്ന ഓസ്കി എക്സാം കുറച്ച് ടഫായിരുന്നു. അപ്പം അത് റീവാലുവേഷൻ നടത്തി അതിലൊരു 30% കാറ്റഗറി ഓഫ് നേഴ്സസ് റീവാലുവേഷനിൽ ടേക്കപ്പ് ചെയ്ത് രണ്ടാമത് പാസ് എന്നുള്ളൊരു റിസൾട്ടാണ് നമുക്ക് വന്നത്. നമുക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതോ അവരായിട്ട് തന്നെ ചെയ്താൽ? ഇല്ല, ഇത് നേഴ്സിംഗ് കൗൺസിൽ ഡയറക്റ്റ് ഇനീഷ്യേറ്റീവ് എടുത്ത് ഈ ഒരു പർട്ടിക്കുലർ മന്ത് ഇൻ ബിറ്റ്വീൻ ദീസ് മന്ത്സിൽ റിസൾട്ടുകൾ അവർ റീവാലുവേറ്റ് ചെയ്തത്. ഓക്കെ. എന്തുകൊണ്ടാണ് അവരായിട്ട് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തൊരു റീവാലുവേഷൻ ഇഷ്യൂ ചെയ്യാനായിട്ട് കാരണം? ആക്ച്വലി ഓസ്കിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് സ്ക്രീനിൽ പാസ് ഓർ ഫെയിൽ ഇത്ര മാത്രമേ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, ഇത്ര മാത്രമേ വിസിബിൾ ആയിരിക്കുള്ളൂ. അവിടെ ഏത് സ്റ്റേഷനാണ് ഫെയിൽ ആയത്, അതെന്താണ് ഫീഡ്ബാക്ക്, അങ്ങനെയുള്ളൊരു ഡീറ്റെയിൽസും റിസൾട്ടിൽ വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് ഒരുപാട് എൻക്വയറീസ്, മെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ ക്ലയൻസിന് വേണമായിരുന്നു. അല്ലെങ്കിൽ അവരുടെ നെക്സ്റ്റ് അറ്റംപ്റ്റിൽ അവർക്കത് ക്ലിയർ ചെയ്തിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒത്തിരി എൻക്വയറീസും കാര്യങ്ങളും നേഴ്സിംഗ് കൗൺസിലേക്ക് ചെന്നപ്പോൾ അവരായിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുത്ത് അവരായിട്ട് തന്നെ റീവാലുവേഷൻ ടേക്കപ്പ് ചെയ്തതാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും പേര് ഓട്ടോമാറ്റിക്കലി ഓസ്കി പാസ്സായി, ദേ ആർ ക്വാളിഫൈഡ് നൗ. അപ്പോൾ ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്? എന്താണ് അവരുടെ ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദിസ് ഓസ്കി അവരൊരു ICSE ചെക്ക്, ഒരു ക്രിമിനൽ ഹിസ്റ്ററി അവരുടെ ചെക്ക് ചെയ്യും. അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുക്കാം. ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ നമ്മളിപ്പം ഇന്നിടുവാണെങ്കിൽ വിതിൻ 2-3 hours തന്നെ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടും. ആഫ്റ്റർ വി ക്യാൻ മൂവ് ഓൺ ടു ദി അഫ്ര, ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനിലേക്ക് മൂവ് ചെയ്യാം. ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. വിത്തിൻ 1 to 2 weeks തന്നെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി റീസെൻ്റ്ലി ഓസ്കിക്ക് അപ്പിയർ ചെയ്യാൻ പോകുന്ന നഴ്സസിനോട്, ഇനി ഫ്യൂച്ചറിൽ ഈ പ്രോസസ്സിംഗ് കണ്ടിന്യൂ ചെയ്യുന്ന നഴ്സസിനോടൊക്കെ എന്താണ് പറയാനുള്ളത്? നേഴ്സസിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയാൽ മാത്രമായിരിക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് പാസ്സാകാൻ പറ്റുക. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ മാക്സിമം ശ്രമിക്കുക. സെക്കൻഡ് അറ്റംപ്റ്റിലേക്ക് പോകുന്തോറും നമ്മൾക്ക് പിന്നെ എക്സാമിൻ്റെ സിലബസുകൾ മാറിയും എക്സാം ടഫായിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാക്സിമം പാസ്സാകാൻ ശ്രമിക്കുക. മാക്സിമം അവരവരുടെ ഒരു ട്രെയിനിങ് എടുക്കുക. ഒരു ഓഫ്ലൈൻ ട്രെയിനിങ് തന്നെ എടുക്കാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഓഫ്ലൈൻ ട്രെയിനിങ് എടുക്കുമ്പോൾ ന്യൂസിലാൻഡിൽ ഒത്തിരി ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടേക്ക് വി ട്രെയിനേഴ്സിൻ്റെ അടുത്ത് തന്നെ ട്രെയിനിങ് എടുക്കാൻ ശ്രമിക്കുക. മാക്സിമം പ്രാക്ടിക്കൽ സെക്ഷൻസൊക്കെ ചെയ്ത് നോക്കുക. ഓൺലൈൻ ട്രെയിനിങ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുന്നത് എപ്പോഴും ഓഫ്ലൈൻ ട്രെയിനിങ് തന്നെയാണ്. ട്രെയിനിങ് മസ്റ്റായിട്ട് എടുത്ത് ഒരു സെൽഫ് പ്രിപ്പറേഷൻ പ്രോപ്പറായിട്ട് നടത്തി നല്ല രീതിയിൽ അതിന് വേണ്ടി ഒരു എഫേർട്ട് ഇട്ട് പ്രിപ്പറേഷൻ ചെയ്തതിന് ശേഷം മാത്രം ഓസ്കി എക്സാമിന് അപ്പിയർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും.